എന്നെ പോലെ ഒരാളെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. മോള് തന്നെ പിടിച്ചേ. നീ എന്താ കോഴി തന്നോടെ മാറാൻ പറഞ്ഞു. നമസ്കാരം. നീ ചിരിക്കണ്ട, നിന്റെ ഫ്രണ്ടിന് ബെല്ലടിച്ച് ബാക്കിൽ വന്നാലേ കാണാൻ പറ്റുന്ന. അയ്യോ, ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതേ അല്ല. നമസ്കാരം. തോറ്റൂലേ? തോറ്റു. മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ. പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് തോറ്റെന്നുള്ള സന്തോഷം എനിക്കുണ്ട്. കാരണം മുമ്പുണ്ടായിരുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വോട്ടുകൾ, ഏകദേശം 7000-ഓളം വോട്ടുകൾ കയറി എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. വർക്ക് ചെയ്തതിന് ആ ഒരു റിസൾട്ട് ഉണ്ടായി. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് അത്രയും ഏറെ വന്നു. അതിലുപരി ഒട്ടും തന്നെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരാതിരുന്ന എനിക്ക് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി ഒന്ന് പോടോടുന്നു. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ഈ സിനിമ സീരിയൽ രംഗത്ത് സജീവമായിട്ട് തിരികെ പോകാനാണോ അല്ല പൊളിറ്റിക്സിൽ നിൽക്കാനാണോ? എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാനാ? എല്ലാത്തിലും സജീവമായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സിനിമയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എല്ലാത്തിലും വളരെ സജീവമായിട്ട് തന്നെ നിൽക്കാനാണ് താല്പര്യം. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവളെ പിച്ചാത്തിച്ച് കുത്തും, അതോടെ ഒടുക്കം. എത്രയോട് മത്സരിക്കോ? തീർച്ചയായിട്ടും അവസരം കിട്ടിയാൽ അടുത്ത തവണ എന്നല്ല എപ്പോഴും മത്സരത്തിന് ഞാനുണ്ടാവും. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ജന്മത്ത് നന്നാവില്ല കേട്ടോ. താങ്ക് യു ഫാദർ. ഇന്ന് പഠിക്കാം. അഞ്ജലി നായർ എന്നുള്ള പേര് തന്നെ ബാലറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, വോട്ട് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വോട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? ചക്ക ജനങ്ങളിലെത്തി പറയാൻ വന്നത് പൂർത്തിയായി. അല്ല, അതാ പറയാ, റിയലി ഹാപ്പി ഫോർ ദാറ്റ്. താനൂർ ചക്ക ദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയിന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാ ചക്ക കായ്ക്കുന്നു. മാവില ചക്ക തിന്നാൻ പാടുണ്ടെന്ന് മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരല്ല. അപ്പോൾ ഇങ്ങോട്ട് പോന്നു.